അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാം സൂറ അൽ ഫലഖാണ് പഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫലഖിൻ്റെ പാരായണ നിയമം മനസ്സിലാക്കി. അതേപോലെ ഒന്നാമത്തെ സൂക്തത്തിൻ്റെ ആശയവും മനസ്സിലാക്കി അല്ലേ. ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഉത്തരം കണ്ടെത്തിയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ചില സൂറത്തുകൾക്കും ചില ആയത്തുകൾക്കൊക്കെ അത് എന്തുകൊണ്ടാണ് അവതരിച്ചത് എന്ന നിലയ്ക്ക് ഒരു പശ്ചാത്തലം പറയും. സബബുൻ നുസൂൽ എന്നാണ് അറബിയിൽ അതിന് പറയാം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൂക്തം അവതരിച്ചു. അപ്പോൾ സൂറത്തുൽ ഫലഖ് അവതരിച്ചതിൻ്റെ പശ്ചാത്തലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ്. മക്കയിൽ ആയിരിക്കെ ഈ സത്യത്തെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്തു എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല വിധത്തിലും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിന് രാത്രിയിൽ ഇങ്ങനെ മറവിൽ പതിയിരുന്നിട്ട് അപകടപ്പെടുത്താൻ ശ്രമിച്ചു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ പല മന്ത്രവിദ്യകളൊക്കെ പ്രയോഗിച്ചിട്ട് അങ്ങനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു. നബിയോട് അസൂയ വെച്ചു പുലർത്തി. ഇങ്ങനെ പലതരത്തിലും അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടും മറ്റും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു പരിഹാര മാർഗം കൂടിയാണ് ഈ സൂറ. റസൂലെ, താങ്കൾ വിഷമിക്കണ്ട, ഇങ്ങനെ പ്രാർത്ഥിക്കുക, അപ്പോൾ എല്ലാത്തിനും പരിഹാരങ്ങൾ ഉണ്ടാകും എന്നുകൂടി പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാകും. വെറുതെ പേടി തോന്നുക അല്ലേ, പരീക്ഷാ പേടി, ഇങ്ങനെ പലതും ഉണ്ടല്ലോ, പല അസ്വസ്ഥതകൾ. അതിനൊക്കെയുള്ള ആശ്വാസമായിട്ട് ഈ സൂറയെ നമുക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ സൂക്തം എന്തായിരുന്നു? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പറയുക, നീ പ്രാർത്ഥിക്കുക എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കാം. മിൻ ശർരി മാ ഖലഖ്, മിൻ ശർ ഉപദ്രവത്തിൽ നിന്ന്, മാ ഒന്ന്, ഖലഖ അവൻ സൃഷ്ടിച്ചു, മാ ഖലഖ അവൻ സൃഷ്ടിച്ചതെന്തോ അത്, മിൻ ശർരി മാ ഖലഖ അവൻ സൃഷ്ടിച്ചതിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നാണ് അർത്ഥം. അവൻ സൃഷ്ടിച്ചതിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്. ആരാണ് സൃഷ്ടിച്ചത്? അള്ളാഹു ആണ് സകലവും സൃഷ്ടിച്ചത് അല്ലേ. പക്ഷെ അള്ളാഹു എന്ന പേര് പറയാതെയാണ് ഇവിടെ അള്ളാഹു ഈ കാര്യം പറയുന്നത്. മിൻ ഷർറ് നേരത്തെ കഴിഞ്ഞ സൂറയിൽ നമ്മൾ പഠിച്ചില്ലേ. മിൻ ഷർറ് നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ അൽ വസ്വാസിൽ ഖന്നാസ്. പിന്നെ ഇവിടെ പറയുന്നത് മാ, പുതിയൊരു വാക്കാണ് അല്ലേ, ഏതോ അത്. പല അർത്ഥത്തിലും മാ ഉപയോഗിക്കും. പിന്നെ ഖലഖ സൃഷ്ടിച്ചു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ എന്താ ഉപദ്രവം ഉണ്ടാവുക? അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചതിൽ ഉപകാരം മാത്രമുള്ള വല്ലതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാമോ? ഉപകാരം മാത്രമുള്ളത്, ഒരു ഉപദ്രവം ഇല്ലാത്ത എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് പറയാമോ? പലതും പറയാം അല്ലേ, പക്ഷെ എന്ത് പറഞ്ഞാലും ശരിയാവില്ല. ഇപ്പോൾ ക്യാഷ് കിട്ടിയാൽ നല്ലതായിരുന്നു. അങ്ങനെ പല പബ്ജി ഗെയിംസും അങ്ങനെ പല ഗെയിമും പലരും കളിക്കാറുണ്ട് അല്ലേ, കാശ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഓൺലൈനിലൊക്കെ. അതുപോലെ ഇന്ന് കാണുന്നില്ലേ, മയക്കുമരുന്ന് വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കരുതുന്നത് അത് വലിയ ഉപകാരമുള്ളതാണെന്നാണ്. ചിലരതിൻ്റെ കച്ചവടക്കാർക്ക് കാശൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ശരിക്കത് ഉപദ്രവമല്ലേ. ഉപകാരം മാത്രമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. വായു, ശരിയാണല്ലോ, നമുക്ക് ജീവവായു ഇല്ലേ, ഒരു സെക്കൻഡ് ജീവിക്കണമെങ്കിൽ വായു കിട്ടണം. അപ്പോൾ വായു ഉപകാരം മാത്രമുള്ളതല്ലേ. പക്ഷെ ഇതേ വായു ഒന്ന് ശക്തമായിട്ട് അടിച്ചു വീശിയാൽ നമ്മൾ പറയും കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് എന്നൊക്കെയാണ് പറയാം, ഉപദ്രവമായി. വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ജീവജലമാണ്. പക്ഷെ ആ വെള്ളം കുറച്ച് കൂടിയാലോ, പ്രളയമായി. കഴിഞ്ഞ
2 വർഷം മുമ്പ് നമ്മൾ ആ പ്രളയത്തിൽ അകപ്പെട്ടവരാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ. വെള്ളം ഇല്ലെങ്കിൽ വരൾച്ചയായി. എല്ലാം ഇങ്ങനെയാണ്. ഉപകാരം മാത്രമുള്ളതായിട്ടൊന്നും ഉണ്ടാവില്ല. ഉപകാരമുള്ളതിൽ ഉപദ്രവവും ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. പൊതുവെ അങ്ങനെയാണ് കാര്യങ്ങൾ. അതിനാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും ഒരേ സമയത്ത് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നും മനസ്സിലാക്കണം. കണ്ണിന് കാഴ്ച ഉപകാരമാണ്. പക്ഷേ ഈ കണ്ണുകൊണ്ട് മോശമായത് കണ്ടാലോ അത് ഉപദ്രവമാണ്. ഇങ്ങനെ എല്ലാത്തിലും ഉപകാരവും ഉപദ്രവവും ഉണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു പാഠമാണ്. മിൻ ശർരി മാ ഖലഖ്. ഇപ്പോൾ ജീവിതത്തിൽ സുഖം മാത്രമില്ല, സുഖത്തിൻ്റെ കൂടെ ദുഃഖമുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് അല്ലേ? എല്ലാത്തിലും ഗുണമുണ്ട്, അതേപോലെ ദോഷമുണ്ട്. ഉപകാരം മാത്രമുള്ളത് എന്നൊന്നും കണ്ടെത്താൻ കഴിയില്ല, ഉപദ്രവം മാത്രമുള്ളതും ഉണ്ടാവില്ല. ഇപ്പം എന്താണ് ഏറ്റവും ഉപദ്രവമുള്ളത്? ഇപ്പോൾ കൊതുകിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും, ഓ എന്തൊരു ശല്യമാണ്. പക്ഷെ അള്ളാഹു ആ കൊതുകിനെ നമ്മുടെ ഈ ലോകത്ത് സംവിധാനിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹു എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പട്ടികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താ അതിൻ്റെ ഉദ്ദേശം? പൂച്ചകളൊക്കെ ധാരാളമില്ലേ, കാക്കയും. ശരിക്കും അവര് നമ്മുടെ ഈ ഭൂമി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്ന ജോലിക്കാരാണ് അല്ലേ? വേസ്റ്റൊക്കെ അവർ ഭക്ഷിച്ചും മറ്റുമൊക്കെ ആയിട്ട് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണുന്നില്ലേ? അപ്പോൾ അതിനാൽ വലിയൊരു പാഠമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. മിൻ ശർരി മാ ഖലഖ്. അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടും. മനുഷ്യൻ ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പഠിച്ചില്ലേ, മനുഷ്യരിൽ പിശാചുക്കൾ ഉണ്ടെന്നാണ് പഠിച്ചത്. പക്ഷെ അതേ മനുഷ്യൻ നന്നായാൽ മലക്കിനേക്കാളും നല്ലവനായിട്ട് മാറാൻ അതേ മനുഷ്യന് കഴിയും. അപ്പോൾ മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവോട് ആദ്യമായിട്ട് രക്ഷ തേടാണ്. എന്നിട്ട് ഇനി 3 സൃഷ്ടികളെക്കുറിച്ച് പറയും. 3 തരം ആൾക്കാരെക്കുറിച്ച്, 3 തരം അവസ്ഥകളെക്കുറിച്ച്. ആ 3 കാര്യങ്ങളിലും ഉപദ്രവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. 3-ാമത്തെ ആയത്ത് എന്താണ്? വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. വ ചേർത്ത് പറയാണ്, ആൻഡ് എന്നാണ് അർത്ഥം. നേരത്തെ സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. വ മിൻ ഷർ നേരത്തെ വന്നു, ഉപദ്രവത്തിൽ നിന്ന്. വമിൻ ഷർ ഉപദ്രവത്തിൽ നിന്നും. ഗാസിഖ് രാത്രി എന്നാണ് അർത്ഥം. രാത്രി, ഇരുട്ടുള്ള രാത്രിയാണ്. വമിൻ ശർരി ഗാസിഖിൻ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും. ഇതാ ആയാൽ, ഒരു സംഗതി സംഭവിച്ചാൽ, ആയാൽ. വഖബ ഇരുൾ മുറ്റി, ഇരുൾ മൂടി എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നിച്ച് പറയുമ്പോൾ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, ഇരുൾ മുറ്റിയ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും, അല്ലെങ്കിൽ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും, അത് ഇരുൾ മുറ്റിയാൽ എന്നും അർത്ഥം പറയാം അല്ലേ? രാത്രി ഉപകാരങ്ങളില്ലേ? രാത്രി കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഖുർആൻ തന്നെ പറയുന്നില്ലേ, വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ നാം നിങ്ങൾക്ക് വസ്ത്രമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താ വസ്ത്രം? മനുഷ്യന് അവനവൻ്റെ പ്രൈവസിയിലേക്ക് ഉൾവലിയാനുള്ള അവസരമാണ് രാത്രി അല്ലേ? ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഉറങ്ങണമെന്ന് തോന്നും. എല്ലാവരും ബെഡ്റൂമിലേക്ക് പോയി ലൈറ്റൊക്കെ കാണിച്ച് അവനവൻ്റെ സ്വകാര്യതകളിലേക്ക് ഒതുങ്ങുന്ന സമയമാണത് അല്ലേ? അപ്പോൾ ആ നിലയ്ക്ക് രാത്രിക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഉറക്കം വളരെ പ്രധാനമാണ്. ഒരു പകലിനൊരു രാത്രി ഉണ്ടാവണം. അതേസമയം രാത്രിയുടെ ഉപദ്രവം എന്താണ്? രാത്രി കനത്താൽ, പാതിരാവായാൽ, മിഡ് നൈറ്റ് ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, മനസ്സിൽ തെറ്റായ ചിന്തകളുള്ള ആൾക്കാർ പുറത്തിറങ്ങാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, കവലകളിൽ, തട്ടുകടകളുടെ മുമ്പിലൊക്കെ, വലിയ സിറ്റികളിലൊക്കെ വമ്പിച്ച ആൾക്കൂട്ടമാണ് അല്ലേ? ഒരുപക്ഷെ ഒരു പാരലലായിട്ടുള്ള ഒരു സമൂഹം അവിടെ ജീവിക്കുന്നുണ്ട്. അവർ പകൽ ഉറങ്ങുന്നു, രാത്രി എഴുന്നേറ്റ് നടക്കുന്നു. മയക്കുമരുന്ന് കച്ചവടവും മദ്യപാനവും അതുപോലെ പല തിന്മകളൊക്കെ നടക്കുന്ന സമയം എപ്പോഴാണ്? കുറ്റവാളികൾ പുറത്തിറങ്ങുന്നു, മോഷണം നടത്തുന്നവർ പുറത്തിറങ്ങുന്നു അല്ലേ? അതിനാൽ ഇതൊക്കെയാണ് രാത്രിയുടെ ഉപദ്രവം. അത് മനുഷ്യൻ വരുത്തി തീർക്കുന്നതാണ് പലപ്പോഴും അല്ലേ? അതിനാൽ രാത്രിക്ക് ഇങ്ങനെ ചില പ്രയാസങ്ങളുണ്ട് എന്നുണർത്താൻ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇനി 4-ാമത്തെ ആയത്ത്
വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ്. വമിൻ ഷർ, ഉപദ്രവത്തിൽ നിന്നും, അൻ നഫ്ഫാഥാത്ത്, എന്താ അർത്ഥം? നഫസ, ഊതുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. നഫസ, ഊതി. വേറൊരു വാക്കുകൂടെ ഉണ്ട്, നഫഹ. ഖുറാനിൽ ധാരാളമായിട്ട് വന്നിട്ടുള്ളതാണ്. നഫഹ എന്ന് പറഞ്ഞാലും ഊതുക എന്ന് തന്നെയാണ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് നഫാസത്ത്. നാഫിസ് എന്ന് പറഞ്ഞാൽ ഊതുന്നവൻ എന്നാണ് അർത്ഥം. നഫാസത്ത് ധാരാളമായിട്ട് ഊതുന്ന ആൾ എന്നാണ്. നഫാസാത്ത് ധാരാളമായി ഊതുന്ന സ്ത്രീകൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താ ഉദ്ദേശം. വമിൻ ശർരിൻ നഫാസാത്ത്, ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും, ഫിൽ ഉഖദ്, ഉഖദത്ത് എന്ന് പറഞ്ഞാൽ കെട്ട് എന്നാണ്. നൂലിലും ചരടിലൊക്കെ കെട്ടിടൂലേ, അങ്ങനെ കെട്ടിടുന്നതിനാണ് ഉഖദ എന്ന് പറയാം. കരാറിനും പറയും ഇതേ വാക്ക്. ഉഖദത്തുൻ നിക്കാഹ്, വിവാഹ കരാർ എന്ന് പറയും. അൻ നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടുകളിൽ ഇങ്ങനെ നൂലിലും ചരടിലൊക്കെ കെട്ടിട്ടിട്ട് അതിൽ ചില മന്ത്രങ്ങൾ ഉരുവിട്ട് ഊതുക. എന്നിട്ട് അതിന് എന്തോ പ്രത്യേകതയുണ്ട്, ശക്തിയുണ്ട് എന്ന് കരുതി കയ്യിലൊക്കെ കെട്ടി നടക്കുന്ന ആൾക്കാരെ കാണാറില്ലേ? അങ്ങനെ ചെയ്യാം. അത് ചെയ്തു കൊടുക്കുന്ന മന്ത്രവാദികൾ എന്നാണ് അവർ പറയുക, അല്ലേ? ഇപ്പം നഫാസാത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മന്ത്രവാദികളാണ്, ദുർമന്ത്രങ്ങൾ ചെയ്യുന്നവർ. നല്ല മന്ത്രം നമ്മൾ പഠിച്ചു. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖൊക്കെ ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് ശരീരത്തിൽ തടവുക. ഇത് പ്രവാചകൻ പഠിപ്പിച്ചാണ്, അള്ളാഹുവോടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ അതേസമയം തെറ്റായ മന്ത്രങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിൽ തെറ്റായ ചിന്ത ഉണ്ടാക്കുക, അവരുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുക. സിഹർ എന്ന് കേട്ടിട്ടില്ലേ? ബ്ലാക്ക് മാജിക് എന്ന് പറയും, അല്ലേ? ഒരു തകിടിൽ എന്തൊക്കെയോ എഴുതി കുറിച്ചിട്ട് വേറൊരാളുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ അത് കാണുമ്പോൾ അയാൾക്കാകെ വിഷമമായി. ഇതുകൊണ്ടാണോ എനിക്ക് അസുഖം വന്നത്, മാനസിക പ്രയാസം ഉണ്ടായതെന്നൊക്കെ അയാൾ ചിന്തിച്ചു പോവാം, അല്ലേ? അങ്ങനെ പലതും ചെയ്യും. മുട്ടയിൽ എന്തൊക്കെയോ എഴുതിയിട്ട് വീട്ടിൻ്റെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു മുട്ടയിൽ എന്തൊക്കെയോ എഴുതിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. പേടിച്ചു പോവാം. നല്ല ധൈര്യം ഉണ്ടെങ്കിൽ ആ മുട്ട കൊണ്ടുപോയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം, അല്ലേ? അല്ലെങ്കിൽ എറിഞ്ഞ് ഉടച്ച് കളയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇങ്ങനെ ഒന്നിനും, അള്ളാഹു അല്ലാത്ത ഒന്നിനും യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദുർമന്ത്രവാദത്തെ വിശ്വസിക്കരുത്. പക്ഷെ ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി. ആ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടാൻ വേണ്ടത്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് സിഹർ, ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ മാരണം എന്ന വിദ്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്. പ്രത്യക്ഷത്തിൽ അതിനെന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് തോന്നും. അപ്പം മെജീഷ്യന്മാർ കാണിക്കുന്നില്ലേ? ആദ്യം ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി ഇങ്ങനെ തുറന്ന് കാണിച്ചു, ഒന്നും കാണാനില്ല. പിന്നെ അത് അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് അയാൾ അതിൽ നിന്ന് ഒരു മുയലിനെ, പെടക്കുന്ന ഒരു മുയലിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള മാജിക്കാണ്. ശരിക്കും എന്താ അവിടെ സംഭവിക്കുന്നത്? കൺകെട്ട് എന്നാണ് പറയാം, അല്ലേ? നമ്മുടെ കണ്ണിനെ കെട്ടിക്കളയാണ്. അയാളുടെ കൈവേഗത കൊണ്ട് മുയലിനെ തന്നെയാണ് അയാൾ പുറത്തെടുത്തത്. പക്ഷെ നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ അയാൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പലതും സംഭവിക്കും. നമ്മുടെ കണ്ണിന്, കാതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ പലതും ആളുകൾ ചെയ്യും. ഈ രൂപത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെ സ്വാധീനിക്കാൻ ഇതിന് കഴിയും, പക്ഷെ അതിന് യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് അസ്വസ്ഥത ഉണ്ടാക്കും മനസ്സിൽ. അതുകൊണ്ട് അള്ളാഹുവോട് രക്ഷ തേടുകയാണ്. അവസാനമായിട്ട് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ഷർ, ഉപദ്രവത്തിൽ നിന്നും, ഹാസിദ്, അസൂയ കാണിക്കുന്നവൻ, ഇദാ ഹസദ, അവൻ അസൂയ കാണിച്ചാൽ. അസൂയാലു, അസൂയ കാണിക്കുമ്പോൾ അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ പ്രഭാതത്തിൻ്റെ നാഥനോട് രക്ഷ തേടുന്നു എന്നാണ്. എന്താ അസൂയ? മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ഗുണമോ നന്മയോ ഉണ്ടാകുമ്പോൾ, ഓ അവൻ്റെ ഒരു പോക്ക് കണ്ടില്ലേ എന്ന രൂപത്തിൽ മനസ്സിലൊരു കണ്ണുകടി എന്നൊക്കെ പറയില്ലേ, ഒരു വിഷമം ഉണ്ടാകുക, അല്ലേ? ഒരാളുടെ കയ്യിൽ കുറേ ക്യാഷ് കിട്ടി, അപ്പോൾ നമുക്ക് സന്തോഷിക്കല്ലേ വേണ്ടത്. ഒരാൾ പരീക്ഷയിൽ ഒരുപാട് മാർക്ക് വാങ്ങിച്ചു, അപ്പോൾ അയാളോട് ദേഷ്യം വേണോ? വേണ്ട. അയാളുടെ കാര്യത്തിൽ നമുക്ക് നല്ല ചിന്ത ഉണ്ടാവേണ്ടത്, അല്ലേ?
ഇതേപോലെ എനിക്കും ആകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കാം. 2 കാര്യങ്ങളിൽ അസൂയ അനുവദിച്ചിട്ടുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അറിവിൻ്റെ കാര്യത്തിലാണ്. നല്ല അറിവുള്ള ആളെ കാണുമ്പോൾ ഇതേപോലെ എനിക്കും അറിവുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം. ഇതേപോലെ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ സമ്പത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് നന്മയ്ക്ക് വേണ്ടിയിട്ട്. എങ്കിൽ ഇതേപോലെ എനിക്കും ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ചെലവഴിച്ചേനെ എന്ന് ആഗ്രഹിക്കാം. എന്നല്ലാതെ ഒരാളുടെ നന്മയിൽ തെറ്റായ ചിന്തകൾ കൊണ്ട് നടന്ന് ഇയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് ആലോചിക്കാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. അൽ ഹസദു, അസൂയ, യഅ്കുലുൽ ഹസനാത്ത്, അത് നന്മകളെ തിന്നുകളയും. കമാ തഅ്കുലു, തിന്നുന്നത് പോലെ, അന്നാർ, തീ തിന്നുകളയുന്നത് പോലെ, അൽ ഹത്തബ്, വിറകിനെ തിന്നുകളയുന്നത് പോലെ. ഈ ഹദീസ് എല്ലാവരും കാണാതെ പഠിക്കാം. അപ്പോൾ സൂറത്തുൽ ഫലഖ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സൂറയിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഭാഗമാക്കുക സൂറത്തുൽ ഫലഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.